ഇറാൻ അമേരിക്കൻ യുദ്ധം കൊടുമ്പിരികൊണ്ട വേളയിൽ GCC രാജ്യങ്ങളായ ബഹ്റൈനും കുവൈത്തും ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ആദ്യമായാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇറാനെ ആക്രമിച്ചുവെന്ന വിവരം പുറത്തുവരുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരികൊണ്ട വേളയിൽ GCC രാജ്യങ്ങളായ ബഹ്റൈനും കുവൈത്തും ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യമായാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇറാനെ ആക്രമിച്ചുവെന്ന വിവരവും പുറത്തുവന്നത്. ഈ മാസം ആദ്യത്തിലാണ് കുവൈറ്റും ബഹ്റൈനും ഇറാനെ ആക്രമിച്ചതെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും സംഭരിച്ച കേന്ദ്രമാണ് ഇവർ ലക്ഷ്യമിട്ടത്. UAE ആണ് ഇവർക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറി സഹായിച്ചതെന്ന വാർത്തയുമുണ്ട്. വ്യോമ സഹായവും UAE നൽകിയിരുന്നു. ഈ വാർത്ത ശരിയാണെങ്കിൽ ഇറാനെതിരായ യുദ്ധത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കാളികളായിട്ടുണ്ടെന്നതും വ്യക്തമാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഫെബ്രുവരി 28-ന് ഇറാനിൽ ആക്രമണം നടത്തിയതോടെയാണ് ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനിയുടെ കുടുംബവും കൊല്ലപ്പെട്ട സംഭവവും ലോകത്തെ ഞെട്ടിച്ചിരുന്നു. പിന്നീട് ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും നടന്നു. ഇസ്രയേലിനെതിരെ കടുത്ത ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത്. ഏറെ നാൾക്ക് ശേഷം അമേരിക്കയും ഇറാനും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സമാധാന കരാറുണ്ടാക്കി. എന്നാൽ ഈ കരാറിന് ആയുസ് കുറവായിരുന്നു. അമേരിക്ക കരാർ ലംഘിച്ചു. ഇസ്രയേൽ ലബനനിൽ ആക്രമണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാൻ ഹോർമുസിൽ വീണ്ടും ഇടപെടാൻ തുടങ്ങി. യുദ്ധം വീണ്ടും ശക്തമായി. അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാൻ നൽകിയ തിരിച്ചടി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിലായിരുന്നു. വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ തിരിച്ചടിച്ചത് കൂടുതലും കുവൈത്ത്, ബഹ്റൈൻ, ജോർദൻ എന്നീ രാജ്യങ്ങളിലായിരുന്നു. പ്രത്യക്ഷത്തിൽ ബഹ്റൈനും കുവൈത്തും യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഇക്കാര്യം ഇറാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ബഹ്റൈനിലും കുവൈത്തിലും ശക്തമായ തിരിച്ചടി നൽകിയതെന്ന സംശയം ഉയരുകയാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ UAEയുടെ സഹായത്തിൽ സൗദി അറേബ്യ ഇറാനെ ആക്രമിച്ചു എന്ന വാർത്തയും പുറത്തുവന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.